പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഹെഡ്ലൈറ്റാണ്. ഇത് പല പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹൈക്കിങ്ങിന് ഉപയോഗിക്കാം, ട്രക്കിങ്, അതേപോലെ തന്നെ ഫിഷിങ്, മെയിനായിട്ട് നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, റബ്ബർ ടാപ്പിങ്ങിന് ഈ ലൈറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഇതിന് കുറച്ച് ബാക്കപ്പ് കുറവായിരിക്കും. ഇതിന് 5 LED ഉണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിലൊരു മെയിൻ LED യും ബാക്കി 4 LED യും കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന ആണ്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു 400 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. USB കേബിൾ ഒരെണ്ണം വരുന്നുണ്ട്. മൈക്രോ USB ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതാ നോക്കുക, ഇതിനകത്ത് 5 LED ഇതൊരു മെയിനായിട്ട് വരുന്നുണ്ട്. ബാക്കി 4 എണ്ണം ചെറിയ ചെറിയ ലൈറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ലെൻസുകളാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇതാണ് ചാർജിങ് പോർട്ട്. പിന്നെ ഇതാണ് പവർ ഓൺ. അതേപോലെ തന്നെ പല പല മോഡുകളിലോട്ട് മാറ്റാനുള്ള സ്വിച്ചും. ഇത് വാട്ടർ പ്രൂഫാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് വെള്ളം കയറും. ചെറിയ രീതിയിലുള്ള മഴയത്തൊക്കെ ഉപയോഗിക്കാം, പക്ഷേ നല്ല ശക്തമായ മഴയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് തലയിലൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ട് ക്യാമ്പിങ്ങും അങ്ങനെയുള്ള യാത്രകളിലൊക്കെ നിങ്ങളിത് വാങ്ങിച്ചാൽ മതി. റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി നമുക്ക് ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല. 250 രൂപയ്ക്ക് നമുക്ക് കടകളിൽ ചെറിയ ലൈറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അതിന് നല്ല ബാക്കപ്പും കിട്ടും. സിംഗിൾ LED അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ മൈക്രോ USB കേബിളാണ്. ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററും കൂടി വരുന്നത്. നമ്മൾക്ക് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ റെഡ് കാണിക്കുന്നുണ്ട്. ഇത് ഗ്രീനിലോട്ട് വരുമ്പം ഫുൾ ചാർജ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും. ഇതിൻ്റെ ബാക്കപ്പ് പറയുന്നത് 4 മോഡ്സ് ബാക്കപ്പ് ഇതിൽ എഴുതിയിട്ടില്ല. മിക്കവാറും നമുക്ക് 2-3 മണിക്കൂർ ബാക്കപ്പ് സുഖമായിട്ട് ഇതിനകത്ത് കിട്ടും. പക്ഷേ ഇത് എല്ലാ ലൈറ്റും കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് മാത്രം ഓൺ ആയിട്ടുണ്ട്. അത് ലോ ബീമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ലോങ്ങിൽ കിട്ടുന്ന ലൈറ്റാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആ മോഡ് മാറി ഈ 4 ലൈറ്റുകൾ വർക്കാകുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ടുള്ള, പോയിൻ്റഡ് ആയിട്ടുള്ളത് വേണ്ട, കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടാൻ വേണ്ടി ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തൊരു പ്രസ് ചെയ്തപ്പം ഇത് ഈ 4ാമത്തെ ലൈറ്റ് കൂടി അഞ്ചാമത്തെ ലൈറ്റ് കൂടി തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 4ഉം ഇത് 5ഉം. ഇതാണ് ഇതിൻ്റെ മാക്സിമം. ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. ഇനി ഒരു ക്ലിക്കും കൂടി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫ്ലാഷിംഗ് മോഡ് കിട്ടും. എല്ലാ LEDകളും ഒരേപോലെ ഫ്ലാഷ് ആകുന്നുണ്ട്. ഇനി ഒരു അമർത്തലും കൂടി അമർത്തുവാണെങ്കിൽ നമ്മൾക്ക് ഇത് ഓഫ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ തിന്നാണ്, അത്ര സ്ട്രോങ് ഒന്നുമല്ല. കുറേ ഉപയോഗത്തിന് ശേഷം പിന്നീട് ടൈറ്റ് ആകാതെ വരും, പിന്നീട് ലൂസ് ആയി പോകും. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമുക്ക് ഓരോരുത്തരുടെയും തലയുടെ സൈസ് അനുസരിച്ച് ടൈറ്റായി നിൽക്കുവാനായിട്ട് നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വാട്ടർ പ്രൂഫാണെന്ന് വിചാരിച്ച് ആരും വാങ്ങിക്കരുത്. ഇതിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചെറിയ മഴയത്തൊക്കെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വില 400 രൂപ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. 400 രൂപ അതിൽ താഴെയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പല പല വെർഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ലിഥിയം ബാറ്ററിയാണ്, ഈ രീതിയിലുള്ള ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ട് വരുന്നുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഡയറക്റ്റ് ഇവിടെ പവർ പിന്നായിരിക്കും കുത്താനുള്ള, പവർ പിന്ന് കുത്താനുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. ഇതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ, ഈ ബാറ്ററി ചാർജ് ആകുന്നില്ലെങ്കിൽ ഈ ബാറ്ററി 120 രൂപയാണ്. 18650 എന്നുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ട് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിരിക്കണം. ഒരുപാട് നാൾ ചാർജ് ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ പിന്നീട് അത് ചാർജ് ആകാതെ പിന്നീട് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും.